നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ 3.73 എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സിവിൽ സ്റ്റേഷൻ റോഡിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിനെതിരെയും മാലിന്യത്തിൽ കിടന്ന് പ്രതിഷേധിച്ച് MJ ഷാജിയുടെ ഒറ്റയാൾ സമരം. അസഹനീയമായ ദുർഗന്ധവും തെരുവുനായ ശല്യവുമെല്ലാം വലിയ ദുരിതമാണ് പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഉണ്ടാക്കുന്നത്. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിലൂടെ പോകുന്ന റോഡിനിരുവശവും ദീർഘകാലമായി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യം തള്ളുന്നതിനെതിരെയും തള്ളിയ മാലിന്യം നീക്കാത്തതിനെതിരെയുമുള്ള പ്രതിഷേധമായാണ് ഒറ്റയാൾ സമരനായകൻ MJ ഷാജി ഇതേ മാലിന്യത്തിൽ കിടന്ന് പ്രതിഷേധിച്ചത്. സിവിൽ സ്റ്റേഷൻ റോഡിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ പ്രതിഷേധിക്കുന്നുവെന്ന് പ്ലക്കാർഡ് കയ്യിൽ പിടിച്ചാണ് ഷാജി 4 മണിക്കൂറോളം മാലിന്യത്തിൽ കിടന്നത്. ഇവിടെ തൊട്ട് താഴെ ECHS എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. വിമുക്ത ഭടന്മാരുടെ ഹോസ്പിറ്റലാണ്. ഒരു ദിവസം അനേക ജനങ്ങൾ ഇവിടെ വരുന്നതാണ്. ഈ വഴി സ്കൂൾ പിള്ളേർ ഉൾപ്പെടെ പല ആളുകളും സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡിൻ്റെ ഇരുവശത്തുമായി അലക്ഷ്യമായിട്ട് മാലിന്യങ്ങൾ വലിച്ചെറിയുകയാണ്. അപ്പോൾ ഇത് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് മാലിന്യങ്ങൾ ഈ റോഡിൽ കൂടി കിടക്കുവാണ്. അപ്പോൾ ഇവിടെയുള്ള അടുത്തുള്ള ജനങ്ങൾ അത് തട്ടിമാറ്റി ഇട്ടിട്ടാണ് അവർ ബൈക്കിൽ പോകുന്നവരും വണ്ടി പോകുന്നവരും ഒക്കെ ഇതുവഴി സഞ്ചരിക്കുന്നത്. അത്രയ്ക്ക് അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന മാലിന്യ നിക്ഷേപമാണ് ഇവിടെ കാണുന്നത്. ഈ മാലിന്യ നിക്ഷേപത്തിനെതിരെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊരു പ്രതിഷേധ സമരം നടത്തുന്നത്. നാട്ടുകാരുടെ നിരവധി പ്രതിഷേധങ്ങളും പരാതികളും അധികൃതർക്ക് കൈമാറിയെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകളുടെ അതിർത്തിയിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടുന്നതിനായി പ്രദേശവാസികൾ നിരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെയും ആരെയും കണ്ടെത്തിയിട്ടില്ല. വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾക്ക് പുറമെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വരെ ചാക്കുകളിലാക്കി ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നതായി നാട്ടുകാർ പറയുന്നു. പായിപ്ര പഞ്ചായത്ത് 15-ാം വാർഡാണ്. ഇത് ഒരു മെയിൻ റോഡാണ്. ഇവിടെ സിവിൽ സ്റ്റേഷൻ, പിന്നെ എക്സ് മിലിറ്ററി ഓഫീസ്, അതിൻ്റെ താഴെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്കാണ് ഈ റോഡിൻ്റെ നടുക്കുമാണ് ഈ വേസ്റ്റ് കൊണ്ടിട്ടിടുന്നത്. അത് രാത്രി സമയങ്ങളിൽ രാത്രി റോഡിൻ്റെ നടുക്കിട്ടിട്ട് പോകുന്നത്. ഞാൻ പല ദിവസങ്ങളിലും വെളുപ്പിനെ വരുമ്പോൾ ഇത് വലിയ കമ്പൊക്കെ വീട്ടിൽ വാക്കത്തി എടുത്തുകൊണ്ടു വെട്ടി കമ്പ് കൊണ്ട് തള്ളി നീക്കിയിടുക. ചാക്ക് സഹിതമാണ് വന്നിരുന്നത്. ഇത് ചാക്കോട് ഒരു ചാക്ക് 2 ചാക്കൊക്കെയാണ് ഇങ്ങനെ തള്ളിയിരുന്നത്. അതിങ്ങനെ ഈ വേസ്റ്റ് കൊണ്ടിരുന്ന കാരണം കൊണ്ട് ഈ പട്ടി ഇതെല്ലാം വലിച്ച് റോഡിലേക്ക് ഇടണം. ഉടനെ ഇപ്പോൾ നടന്നു പോയ ഒരാൾ, ഈ താഴെയുള്ള ഒരാളെ ഈ ഇങ്ങനെ പട്ടി മാലിന്യം കടിച്ചുകൊണ്ടിരുന്നത് പുള്ളി ശ്രദ്ധിച്ചില്ല. വന്നു കഴിഞ്ഞപ്പോൾ പട്ടി ചാടി പുള്ളിയുടെ കാലുമേ കടിച്ചു. ആ പുള്ളി എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പുള്ളി ഇപ്പം പണിക്ക് പോകാൻ തുടങ്ങിയതേ ഉള്ളൂ. ഒരു ആശാരിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണില്ല. കാക്കയുടെയും തെരുവുനായകളുടെയും ശല്യവും ഈ പ്രദേശത്ത് അതിരൂക്ഷമാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന വഴിയിൽ നിരവധി തവണ നായ്ക്കൾ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഇതിനടുത്ത് തന്നെയാണ് വിമുക്ത ഭടന്മാരുടെ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്കും ഈ മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധവും മറ്റും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ബോർഡുകളും ബിന്നുകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഇവിടെ ഫലപ്രാപ്തിയിലല്ല എന്ന സൂചനയാണ് നൽകുന്നത്. നഗരസഭകളും പഞ്ചായത്തുകളും ഉൾപ്പെടെ മാലിന്യമുക്തമാണെന്ന് പ്രഖ്യാപിച്ച് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കുന്ന സാഹചര്യത്തിലാണ് പായിപ്ര പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ.